പക്ഷേ ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് ഇത്രയും ഹൈടെക് ആക്കിയിരിക്കുന്നത്. അതാ ഇത് ഹൈടെക് ആകാനൊക്കെയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും കൂടിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? പ്രസിഡന്റ്, ഇത് എത്രാമത്തെ അംഗൻവാടിയാണ് ഇന്ന് ഉദ്ഘാടനം? ഇന്ന് രണ്ടാമത്തെ. ഇന്ന് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇന്നിപ്പോ എന്റെ പ്രദേശത്തേക്ക് പോവാണ്. എന്റെ പ്രദേശത്ത് അംഗൻവാടി സ്മാർട്ട് ആക്കിയിട്ടില്ല. അടുത്ത 10 സ്മാർട്ട് ആക്കും എന്നാണ് കണക്കാക്കുന്നത്. ആക്കും. അപ്പൊ നമ്മുടെ പ്രദേശത്തേക്കല്ലല്ലോ ആദ്യം ചെയ്യുന്നത്, മറ്റുള്ള പ്രദേശങ്ങളെയാണല്ലോ നമ്മൾ കൂടുതൽ. അതെ, ശരിക്കും നെടുമ്പാശ്ശേരിയിലാണ് ഏറ്റവും കൂടുതൽ സ്മാർട്ട് അംഗൻവാടികളുള്ളതെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുമോ? സ്മാർട്ട് അംഗൻവാടി നെടുമ്പാശ്ശേരിയാണ്. ഓക്കെ, നമ്മുടെ പിള്ളേര് നല്ല നിലയ്ക്ക് വളരട്ടെ, പുതിയ തലമുറ ഹൈടെക് ആവട്ടെ. ഓക്കെ ഓക്കെ. ഹായ്, പേരൊന്ന് പറയാമോ? പേര് പറയൂ. പേര് പറയൂ. പേര് പറയൂ. പേര് പറയൂ. ഒരു പാട്ട് പാടാമോ? ഒരു പാട്ട് പാടാമോ? അമ്പലിക്കളത്തുള്ളില് ചോരക്കൺമുയൽ അങ്ങുനീരത്തുരത്തില് നീ പരപ്പിൽ നിഴലിടും ആമ കുഞ്ഞനോ അമ്മ കുഴമ്പനെന്ന് എന്തത്ത് വെട്ടിയ ചെല്ലത്തിലോ തലക്കുലത്തൊള്ളറ ചെലക്കും വെട്ടിലരത്തു വെച്ചാം കുഞ്ഞിരമ്പാവൻ കടകേത്തു നിന്നെ ചിരികോത്തു വായിൽ വളര് 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 പൊന്നെ തളരായോമൻ ചിരികോത്തു നിന്നെ വളര് വളര്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. ഹായ്, ഹലോ, നമസ്കാരം. പേരൊന്ന് പറയൂ. മാർട്ടിൻ സിഒ. ഇവിടുത്തെ മെമ്പറാണ്. ഈ ഹൈടെക് അങ്കണവാടി ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇത് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് ഈ അങ്കണവാടിക്ക്, ഒന്ന് വിശദീകരിക്കാമോ? ഈ അങ്കണവാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെടുമ്പാശ്ശേരി പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷം നമ്മൾ 10 ലക്ഷം രൂപ മുടക്കി 5 അംഗനവാടികൾക്ക് വെച്ച് അതിൽ നമുക്ക് ഈ മള്ളിശ്ശേരിയിലുള്ള 100-ാം നമ്പർ അംഗനവാടിക്ക് 1-ാം വാർഡിലുള്ള അംഗനവാടിക്കാണ് ഇത് കിട്ടിയേക്കണ, ഭാഗ്യം കിട്ടിയേക്കണേ. അതിലൊരു അംഗനവാടിയാണ് ഇത്. എന്തായാലും നല്ല മനോഹരമാണ് ഇത്. ഇതെന്ത് ഈ താഴത്തൊക്കെ എന്താ ഇത്? റബ്ബറിന്റെ മാറ്റാണ്. കുട്ടികൾ വീണാലും ഒന്നും പറ്റില്ല. ഭയങ്കര ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കംഫർട്ട് അല്ലേ. എങ്ങനെയുണ്ട് കുട്ടികളുടെ ഒക്കെ വന്നു കഴിഞ്ഞിട്ട്? കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. വരുമ്പോ ഞാൻ മിക്കപ്പോഴും ഈ അംഗനവാടിയിൽ വരും, കുട്ടികളായിട്ട് കുറെ സമയം ഇരിക്കും. ഒരാഴ്ചയിൽ എന്തായാലും പ്രാവശ്യമെങ്കിലും വരും. ശരിക്കും പഴയ കാലത്തെ കുട്ടികളൊക്കെ കരഞ്ഞേച്ച് തിരിച്ചു വീട്ടിൽ പോകാറോ അങ്ങനെയുള്ള അനുഭവമൊക്കെ ഉണ്ട് ഇവിടെ? അങ്ങനെയുള്ള അനുഭവം വളരെ കുറവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് വീട്ടിൽ പോകണമെന്ന് തന്നെ താല്പര്യമില്ല. അതൊക്കെ ഹൈടെക് ആണ്. ടീച്ചറും സൂപ്പർ, ആയും സൂപ്പർ. ടീച്ചർ ആരാ? ശാന്ത ടീച്ചർ. ടീച്ചറെ പേരെന്താ ടീച്ചറുടെ? ശാന്ത. എങ്ങനെയുണ്ട് പുതിയ കുട്ടികളൊക്കെ? കുട്ടികള് നല്ല കുട്ടികള്, നമ്മളൊന്ന് പാകപ്പെടുത്തി എടുക്കണം. പാകപ്പെടുത്തി എടുക്കാനൊക്കെ ഇഷ്ടമാണോ? പിന്നെ പഴയ കാലത്ത് കൂട്ട് കരഞ്ഞുകൊണ്ടൊക്കെ പോവാറുണ്ടോ പിള്ളേര്? പോവാറില്ല, നമ്മളെങ്ങനെയായാലും ഇവിടെ പിടിച്ചിരുത്തും. ഓക്കെ ഓക്കെ. എത്ര പിള്ളേരുണ്ട് ഇവിടെ? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 17 കുട്ടികളുണ്ടായി. ഇപ്പൊ പുതിയതായിട്ട് 5 പേര് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി 2 കുട്ടികളുണ്ട്. പിന്നെ വരുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, നമസ്കാരം. ഇത് നെടുമ്പാശ്ശേരിയിലെ ആദ്യത്തെ ഹൈടെക് അംഗൻവാടി ആണോ? അല്ല, നമ്മള് പ്രധാനമായും ഇപ്പോൾ നമ്മൾ എല്ലാ അംഗൻവാടികളും സ്മാർട്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. ഈ അടുത്ത പദ്ധതിയിൽ 20 ലക്ഷം രൂപ നമ്മൾ സ്മാർട്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതേമാതിരി ഹൈടെക് എന്ന് പറഞ്ഞാൽ ഇതേമാതിരി അംഗൻവാടികളാണോ മറ്റുള്ള സംസ്ഥാനത്തും എല്ലാം ഉള്ളത്? എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ ഇങ്ങനത്തെ അംഗൻവാടികളുള്ളൂ. അത് ആദ്യമായിട്ട് നെടുമ്പാശ്ശേരിയിലാണോ ഇത്ര ഹൈടെക്? അതായത് ഒരു കുട്ടി പോലും വീണാ പോലും ഒന്നും പറ്റില്ല. അല്ല, നെടുമ്പാശ്ശേരിയിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ബ്ലോക്കിൽ തന്നെ 100 അംഗൻവാടികൾ സ്മാർട്ടാക്കി ആക്കിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിലും നിരവധി അംഗൻവാടികൾ സ്മാർട്ടാക്കി. ഇനിയും കുറച്ച് അംഗൻവാടികൾ സ്മാർട്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ സമൂഹമായി പരിചയപ്പെടുന്നതാണ് അംഗൻവാടികൾ. അപ്പോൾ അവർ കടന്നു വരുമ്പോൾ അവർക്ക് എല്ലാ വിധത്തിലുള്ള നല്ല അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അതാണ് സ്മാർട്ടാക്കാൻ വേണ്ടി നമ്മൾ 2 ലക്ഷം രൂപയാണ് ഈ അംഗൻവാടിക്ക് ചെലവഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇന്ന് കാരക്കാട് ഒരു അംഗൻവാടി സ്മാർട്ടാക്കി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അത് 10 മണിക്കാണ്, 11 മണിക്കാണ്. അപ്പോൾ കഴിഞ്ഞ മാസമാണ് 2 അംഗൻവാടികൾ, ഒന്ന് നെടുമ്പാശ്ശേരിയിലും ഒന്ന് കുറ്റ്യാടിശ്ശേരിയിലും സ്മാർട്ടാക്കി ഉദ്ഘാടനം കഴിഞ്ഞത്. ഇനി 13-ാം വാർഡിൽ ഒരു അംഗൻവാടി സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത പദ്ധതികൾ 10 അംഗൻവാടികൾ കൂടി സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനം നടക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തദ്ദേശ സ്ഥാപനങ്ങൾ, അംഗൻവാടികൾ, ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടികൾ സ്മാർട്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.
ആ ഇവിടുത്തെ മെമ്പർ അല്ലേ? മെമ്പറുടെ പേരെന്ന് പറയൂ. വിജി സുരേഷ്. ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറയൂ. നെടുമ്പാശ്ശേരി മേക്കാട് കാരക്കാട്ട്. ഇത് ഏതാ വാർഡ്? എത്രാമത്തെ വാർഡാ? 16. ഇതുപോലെ ഹൈടെക് ആക്കിയിട്ട് എത്ര നാളായി ഈ അംഗൻവാടി? അംഗൻവാടി ഹൈടെക് ആയിട്ട് കുറച്ചാൾ ചെയ്തത്, പക്ഷേ ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് ഇത്രയും ഹൈടെക് ആക്കിയിരിക്കുന്നത്. ആരാ ഇത് ഹൈടെക് ആക്കാനൊക്കെ ഉള്ള പ്ലാനും കാര്യങ്ങളൊക്കെ തന്നെ? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഓക്കെ, കൊള്ളാം കേട്ടോ.